സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. പാപിയെ സ്നേഹിച്ചു കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന കർത്തനെയോർത്തിടാം. പാപിയെ സ്നേഹിച്ചു കാൽവരി ക്രൂശതിൽ ജീവനെ നൽകിയ സ്നേഹരൂപാ. പാപിയെ സ്നേഹിച്ചു കാൽവരി ക്രൂശതിൽ യാഗമായി തീർന്ന കർത്തനെയോർത്തിടാം. എനിക്കായി നീ പീഡകളേറ്റു, എന്നെയും രക്ഷിച്ചിടുവാൻ. എനിക്കായി ചെഞ്ചോര ചൊരിഞ്ഞു, എന്നെയും വീണ്ടെടുക്കുവാൻ. ഗെത്സമനേ മുതൽ കാൽവരി മല വരെ കഷ്ടങ്ങളേറ്റ എൻ പൊന്നുനാഥനേ. ഗെത്സമനേ മുതൽ കാൽവരി മല വരെ കഷ്ടങ്ങളേറ്റ എൻ പൊന്നുനാഥനേ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. മനുഷ്യർ എല്ലാവരും ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ട് ഉഴലുന്ന ആളുകളാണ്. ചിലർക്ക് അത് രോഗമാവാം, ചിലർക്ക് ഏകാന്തത, മറ്റു ചിലർക്ക് നിരാകരണം, വേർപാട്, സാമ്പത്തിക പ്രതിസന്ധികൾ, ഇങ്ങനെ അനേക പ്രശ്നങ്ങളിൽ മനുഷ്യൻ നിബദിക്കുമ്പോൾ അതിൽ നിന്ന് അവൻ രക്ഷാമാർഗം അന്വേഷിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ തൻ്റെ രോഗത്തിൽ നിന്ന് മോചിതനാകുവാൻ രോഗം ബാധിച്ച വ്യക്തി മോചനമാർഗം തേടിയ പതിറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ഒരു സംഭവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ സംഭവിച്ചു. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ആ സംഭവം ഒന്ന് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടന്മാർ, മുടന്തന്മാർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. ഈ സംഭവം നാം ശ്രദ്ധിക്കുമ്പോൾ
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഈ യഹൂദന്മാരുടെ പുണ്യസ്ഥലമായ അവരുടെ ദേവാലയമുള്ള യെരുശലേമിൽ ഒരു കുളമുണ്ട്. നാം അതിനെക്കുറിച്ച് വായിക്കുന്നത്, ആ കുളത്തിൻ്റെ പേര് ബെഥെസ്ദ എന്നാണ്. അതിൻ്റെ പേര് ബെഥെസ്ദ എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം, കാരുണ്യ ഭവനം എന്നാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കരുണ തേടി അനേകർ ഈ കുളത്തിൻ്റെ അടുക്കലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ദൈവദൂതനിറങ്ങി ആ കുളത്തിലെ വെള്ളം ഇളക്കും. അങ്ങനെ വെള്ളം ഇളകുമ്പോൾ ആദ്യം പ്രവേശിക്കുന്നയാൾക്ക് സൗഖ്യം വരും. ഇതാണ് അവരുടെ വിശ്വാസം. ഇങ്ങനെ സൗഖ്യം കിട്ടുവാനായിട്ട് ഈ മനുഷ്യൻ കഴിഞ്ഞ 38 വർഷങ്ങൾ ഈ കുളക്കരയിലാണ് തൻ്റെ ജീവിതം ചെലവഴിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് ആദ്യം കൊണ്ടുപോകുവാനായിട്ട് ആരുമില്ലാത്തതുകൊണ്ട് വെള്ളം ഇളകിയാലുടനെ മറ്റൊരാൾ ചെന്ന് സൗഖ്യം പ്രാപിക്കുന്നു. ഇദ്ദേഹത്തിന് സൗഖ്യം ലഭിക്കുന്നില്ല. ഇങ്ങനെ പ്രതിസന്ധികളിലിരിക്കുന്ന ഈ വ്യക്തിയെ കർത്താവായ യേശു ക്രിസ്തു സന്ധിക്കുന്നതാണ് നാം ഈ സംഭവത്തിൽ കാണുന്നത്. ഈ സംഭവത്തിൽ നമുക്ക് അനേക ആത്മീയമായിട്ടുള്ള പ്രമാണങ്ങൾ ശ്രദ്ധിക്കാം. ഇങ്ങനെ ജീവിതത്തിലെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പെട്ട് ഉഴലുന്ന ആളുകളെ ഇന്ന് ധാരാളമായി ആകർഷിക്കുവാനുള്ള പരിപാടികൾ ലോകത്തിലെ മതങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. തങ്ങളെ സമീപിക്കുന്നവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കാം. കരുണയില്ലാത്ത ലോകത്തിൽ കാരുണ്യം തേടുന്ന മനുഷ്യന് കരുണയുടെ ഭവനം എന്നുള്ള ആകർഷണീയമായ ലേബലോടുകൂടെ 10,000-കണക്കിന് ആളുകളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നമുക്ക് ഇക്കാലത്ത് സുലഭമായി കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ തുടർന്ന് നാം കാണുന്നത് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെയും വ്യക്തികളുടെയും വാഗ്ദത്തങ്ങൾ ഒരിക്കലും സഫലീകരിക്കാത്തവയാണ്. വാഗ്ദത്തങ്ങൾ ആകർഷണീയം എങ്കിലും അവയുടെ സഫലീകരണം ഒരു മരീചിക പോലെ അകന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മനുഷ്യൻ സൗഖ്യം പ്രതീക്ഷിച്ച് കഴിഞ്ഞ 38 വർഷങ്ങൾ ഈ കുളക്കരയിലുണ്ട്. അദ്ദേഹം ഒരു 20 വയസ്സ് ആയപ്പോഴാണ് അവിടെ വന്നതെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് എത്ര പ്രായമുണ്ട്? ഇന്ന് അദ്ദേഹത്തിന് 58 വയസ്സായി കാണും. എന്തുകൊണ്ട് അദ്ദേഹം ദീർഘമായ ഇത്രയും വർഷങ്ങൾ ഇവിടെ തുടരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യബോധമാണ്. തൻ്റെ രോഗത്തിൽ നിന്ന് തനിക്ക് സൗഖ്യമില്ലാതെ ഒരു സാധാരണ ജീവിതം ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവാണ് അവിടെ തുടരുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ വിശ്വാസം എത്ര തീവ്രമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തനിക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ള തീവ്രമായ വിശ്വാസത്തിലാണ് കഴിഞ്ഞ 38 വർഷങ്ങളായി ഇദ്ദേഹം ഈ കുളക്കരയിൽ തൻ്റെ ജീവിതം ചിലവഴിക്കുന്നത്. എന്നാൽ യഹൂദമതം വാഗ്ദത്തം ചെയ്യുന്ന ഈ സൗഖ്യം ഒരു മരീചിക പോലെ അകന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. വെള്ളമില്ലാത്ത മരുഭൂമിയിൽ ദാഹജലം തേടി അലയുന്ന ഒരു വ്യക്തിയെപ്പോലെ ഈ മനുഷ്യൻ തൻ്റെ സൗഖ്യം തേടി അലയുകയാണ്. എന്നാൽ മരീചിക പോലെ അത് എന്നും അദ്ദേഹത്തിന് അപ്രാപ്യമായിരുന്നു. ഈ സംഭവം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു വസ്തുത മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്. കഴിഞ്ഞ 38 വർഷം രോഗിയായി ഈ കുളക്കരയിൽ കിടന്ന വ്യക്തിക്ക് സൗഖ്യം വരാത്തതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത്, ദൂതൻ വെള്ളം ഇളക്കുമ്പോൾ ആദ്യമായി ചെല്ലുന്നവർക്കാണ് സൗഖ്യം ലഭിക്കുന്നത്. എന്നെ കുളത്തിൽ കൊണ്ടെത്തിക്കുവാനായിട്ട് എനിക്ക് ആരും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് ഇത്ര ദീർഘ വർഷങ്ങളായിട്ടും ഒരു വ്യക്തിയും യെരുശലേമിൽ തയ്യാറായില്ല എന്നുള്ളത് മനുഷ്യൻ്റെ ഹൃദയ കാഠിന്യത്തിൻ്റെ വലിയ ഒരു പ്രദർശനമായി നമുക്ക് അനുഭവപ്പെടും. ആൾക്കൂട്ടത്തിൽ തനിയെ ആയിപ്പോയ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പ്രതിനിധിയാണ് ഈ വ്യക്തി. ഇദ്ദേഹത്തിന് സൗഖ്യം കർത്താവ് നൽകി. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. 38 വർഷമായി നിരാലംബനായി കിടക്കുന്ന മനുഷ്യന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യത്തിൽ സന്തോഷിക്കുന്നതിന് പകരം മതത്തിൻ്റെ നിയമം ലംഘിച്ചതിന് അവനെ വിചാരണ ചെയ്യുന്ന ലോക മതത്തെയാണ് നാം യഹൂദന്മാരിൽ ദർശിക്കുന്നത്. മനുഷ്യൻ്റെയും മതങ്ങളുടെയും ഹൃദയകാഠിന്യം എത്ര വലുത്! മതത്തിന് ദയ ഇല്ല എന്ന് സാധാരണ പറയുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമായി നമുക്ക് ഈ സംഭവത്തെ കാണുവാൻ സാധിക്കും.
കരുണയില്ലാത്ത ലോകത്തിൽ കാരുണ്യഭവനമെന്ന കുളത്തിൻ്റെ കരയിൽ കരുണ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യന് ലഭിച്ച കരുണയിൽ സന്തോഷിക്കാതെ അവനെയും പീഡിപ്പിക്കുന്ന, സൗഖ്യമാക്കിയ യേശുക്രിസ്തുവിനെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന മതത്തിൻ്റെ ഹൃദയകാഠിന്യം എത്ര ഭയങ്കരം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരം കാഴ്ചകൾ ഇന്നും നമുക്ക് പല സ്ഥലങ്ങളിലും ദർശിക്കുവാൻ സാധിക്കും. നിരാലംബനായി കിടക്കുന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ സഹായകവുമായി വരുന്ന ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെയാണ് നാം തുടർന്ന് കാണുന്നത്. അവൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച സംഭവമാണ് യേശുക്രിസ്തുവുമായി അവൻ സന്ധിച്ചത്. നാം അവിടെ വായിക്കുന്നത് യേശു അവനെ കണ്ടു എന്നുള്ളതാണ്. ഇത്രത്തോളം നിസ്സഹായാവസ്ഥയിൽ ഇത്ര വർഷങ്ങൾ കിടക്കുന്ന ഈ മനുഷ്യനെ മറ്റാരും അവനെ കണ്ടില്ല, അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ ഈ മനുഷ്യൻ്റെ ദുസ്ഥിതി കണ്ടു എന്നുള്ള വലിയ ഒരു വിവരണമാണ് 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാണുന്നവനാണ്. അവൻ എന്താണ് കണ്ടത്? നമുക്കറിയാം, 38 വർഷമായി ഈ കുളക്കരയിൽ നിസ്സഹായനായി കിടക്കുന്ന മനുഷ്യൻ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ തനിക്ക് 30 വയസ്സായിരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലമാണിത്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഈ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനാണ്. ഇപ്പോഴും അദ്ദേഹം അവിടെ തുടരുകയാണ്. അവൻ്റെ ദുസ്ഥിതി കാണുവാനും മനസ്സലിയുവാനും തയ്യാറായ ലോകരക്ഷകനെ ആണ് നാം കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത അതാണ്. അവൻ മനുഷ്യനെയും അവൻ്റെ അവസ്ഥയെയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആരും ശ്രദ്ധിക്കാനില്ലാതെ നാം നിസ്സഹായരായി പോകുന്ന ആൾക്കൂട്ടത്തിൽ തനിയെ ആയിപ്പോകുന്ന ജീവിത പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മെ കാണുവാൻ കഴിയുന്ന, നമ്മെ കാണുന്ന, നമ്മെ ശ്രദ്ധിക്കുന്ന, നമ്മളിൽ മനസ്സലിയുവാൻ തയ്യാറായ ഒരു ക്രിസ്തുവുണ്ട്, കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതാണ് കാഠിന്യമേറിയ ഈ ലോകത്തിൽ കരുണ തേടുന്ന മനുഷ്യർക്കുള്ള ഏക പ്രത്യാശ. ജീവിതത്തിലെ തിരസ്കരണത്തിൻ്റെ മുമ്പിൽ, ദുഃഖത്തിൻ്റെയും വേദനകളുടെയും മുമ്പിൽ നമ്മെ കാണുവാനും കേൾക്കുവാനും ഒരു വ്യക്തിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് എത്ര ആശ്വാസപ്രദമാണ്. പഴയ നിയമത്തിൽ നാം വായിക്കുന്നത് പോലെ യഹോവ തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവൻ്റെ ദൃഷ്ടി ഭൂമിയിലെമ്പാടും സഞ്ചരിക്കുന്നു എന്ന് നാം കാണുന്നു. അങ്ങനെ ആവശ്യത്തിലുള്ള, ബുദ്ധിമുട്ടിലുള്ള മനുഷ്യനെ സഹായിക്കുവാൻ കാണുന്ന കണ്ണുകളും കേൾക്കുന്ന കാതുകളുമുള്ള ഒരു രക്ഷകൻ ലോകത്തിലുണ്ട്. അതാണ് പ്രത്യാശയില്ലാത്ത ഈ ലോകത്തിന് ഉള്ള പ്രത്യാശ. തുടർന്ന് കർത്താവിനെ നാം കാണുന്നത് അവനെ സഹായിക്കുവാൻ ഒരുമ്പിടുന്ന വ്യക്തിയായിട്ടാണ്. അവൻ്റെ അവസ്ഥ കർത്താവ് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, അവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് മനസ്സുള്ളവനാണ്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച് അവനെ സഹായിക്കുവാൻ തയ്യാറായ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ നാം തുടർന്ന് കാണുന്നു. എല്ലാവരും അവഗണിക്കുന്നവരെ പരിഗണിക്കുന്നവനായ ഒരു രക്ഷകനാണ് നമ്മുടെ രക്ഷകൻ. മനുഷ്യർക്ക് നമ്മളുടെ ആവശ്യങ്ങൾ കാണുവാനും കേൾക്കുവാനും സമയമില്ല എന്ന് ഉള്ള അവസ്ഥയിൽ നമ്മെ കാണുവാനും കേൾക്കുവാനും സഹായിക്കുവാനും കർത്താവിന് മനസ്സുണ്ട് എന്ന് നാം അറിയുന്നത് എത്ര ആശ്വാസപ്രദമാണ്. തുടർന്ന് നാം കാണുന്നത് അവനെ തൻ്റെ വാക്കുകളാൽ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു നടത്തുന്ന കർത്താവിനെയാണ്. ജീവിതത്തിൽ വീണുപോയ മനുഷ്യൻ, പതിറ്റാണ്ടുകളായി ആ അവസ്ഥയിൽ തുടരുന്ന മനുഷ്യൻ, അവനെ ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തുന്ന രക്ഷകൻ. അതാണ് നാം ഈ സംഭവത്തിൽ കാണുന്നത്. ഈ ലോകത്തിൽ അനേക കാരണങ്ങൾ കൊണ്ട് മദ്യപാനം, മയക്കുമരുന്ന്, ജീവിത പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ലക്ഷ്യം തെറ്റി മുന്നോട്ട് ജീവിക്കുവാൻ സാധ്യതയില്ലാതെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ, സഹായിക്കുവാൻ മനസ്സുള്ള കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് പ്രത്യാശയില്ലാത്ത, കരുണയില്ലാത്ത, കാഠിന്യം നിറഞ്ഞ മനുഷ്യരും പ്രസ്ഥാനങ്ങളുമുള്ള ഈ ലോകത്തിൽ മനുഷ്യനുള്ള പ്രത്യാശ. അവൻ പൂർണ്ണ ആരോഗ്യവാനായി തൻ്റെ കിടക്കയെടുത്തുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു നടന്ന സംഭവം എത്ര അത്ഭുതകരമായ സംഭവമാണ്. തുടർന്ന് കർത്താവ് അവനെ ദേവാലയത്തിൽ വെച്ച് കാണുമ്പോൾ അവനോട്
പറഞ്ഞ ഒരു പ്രസ്താവന നാം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നത്തിലേക്കാണ് കർത്താവ് വിരൽ ചൂണ്ടുന്നത്. 38 വർഷമായി രോഗിയായി ഒരു കുളക്കരയിൽ നിരാലംബനായി കഴിയുന്നതിലും വലിയ ദുരന്തം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് പാപം. ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ ഇങ്ങനെ നമ്മോട് പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് പാപിയായി ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നത് നിത്യമായ നരകത്തിലാണ്. ഒരിക്കലും കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള അഗ്നിത്തടാകത്തിൽ അവസാനിക്കുന്ന മനുഷ്യജീവിതം, അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തിലെ ദുരന്തം എന്നുള്ളത്. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ആരംഭം പാപത്തിൽ നിന്നാണ്. പാപത്തിൻ്റെ ശാപമായിട്ടാണ് രോഗങ്ങളും പട്ടിണിയും യുദ്ധവും എല്ലാം തുടർന്ന് മാനവകുലത്തിൽ പ്രത്യക്ഷമാകുന്നത്. യഥാർത്ഥത്തിൽ കർത്താവ് ലോകത്തിലേക്ക് വന്നത് മനുഷ്യരുടെ രോഗങ്ങളിൽ നിന്ന് അവർക്ക് സൗഖ്യം നൽകുവാനല്ല. ഈ കുളക്കരയിലും കർത്താവ് വന്നത് ഈ മനുഷ്യന് സൗഖ്യം നൽകുവാൻ മാത്രമല്ല. കർത്താവ് കുളക്കരയിൽ വന്ന് സൗഖ്യം നൽകുവാനാണെങ്കിൽ ആ കുളക്കരയിൽ ആയിരക്കണക്കിന് രോഗികൾ ഉണ്ട്. അവരിൽ ആരെയും കർത്താവ് സൗഖ്യമാക്കിയതായിട്ട് നാം വായിക്കുന്നില്ല. ഈ ഒരു മനുഷ്യനെ കർത്താവ് ശ്രദ്ധിച്ച് അവന് മാത്രമാണ് സൗഖ്യം നൽകുന്നത്. കർത്താവ് ലോകത്തിലേക്ക് മനുഷ്യൻ്റെ പാപങ്ങളുടെ പരിഹാരകനായ രക്ഷിതാവായിട്ടാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും എല്ലാം കാരണമായ പാപത്തിൻ്റെ ശിക്ഷയെ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അതിനെ ചുമന്ന് ഒഴിച്ചു കളയുവാനായിട്ടാണ് കർത്താവ് വന്നത്. കർത്താവ് മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരമായി കാൽവരിലെ ക്രൂശിൽ മരിച്ച ചരിത്ര സംഭവം നാം കേട്ടിട്ടുണ്ട്. പാപരഹിതനായ കർത്താവ് പാപികളായ മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരിലെ ക്രൂശിൽ ഒരു കള്ളനെ പോലെ മറ്റു 2 കള്ളന്മാരുടെ മധ്യത്തിൽ വേദന അനുഭവിച്ച് ദൈവത്താലും കൈവിടപ്പെട്ടവനായി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് കരഞ്ഞുകൊണ്ട് മരിക്കുന്ന രംഗം സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. ആ ചരിത്ര സംഭവത്തിൻ്റെ കാരണം നാം തിരയുമ്പോൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് പാപത്തിൻ്റെ പടുകുഴിയിൽ നിപതിച്ചു. പാപത്തിൻ്റെ ശമ്പളമായി അവന് ലഭിക്കുവാനുള്ളത് നാം കണ്ടതുപോലെ നിത്യമായ ശിക്ഷയാണ്. കാരണം മനുഷ്യൻ ലംഘിച്ചത് നിത്യനായ ദൈവത്തിൻ്റെ നിത്യനിയമങ്ങളാണ്. നിത്യനിയമങ്ങളുടെ ലംഘനത്തിന് നിത്യശിക്ഷയല്ലാതെ നീതി നടപ്പാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു മനുഷ്യൻ അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചാൽ പിന്നീട് ഒരിക്കലും ഒരു തിരിച്ചുവരവില്ലാതെ നിത്യമായ നാശത്തിലാണ് അവൻ്റെ ജീവിതം അവസാനിക്കുന്നത്. എന്നാൽ മനുഷ്യന് പകരമായി അവൻ്റെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുക്കുവാനായി നിത്യനായ ദൈവം സാക്ഷാൽ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. കർത്താവ് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായ യാഗം കാൽവരിലെ ക്രൂശിൽ മനുഷ്യർക്ക് വേണ്ടി നിർവഹിച്ചു. കർത്താവ് മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ അതുകൊണ്ട് കർത്താവിൻ്റെ ചരിത്രം അവസാനിച്ചില്ല. തന്നെ അടക്കിയ കല്ലറയുടെ വാതിലുകൾ തുറന്ന് 3-ാമത്തെ ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി പിതാവായ ദൈവം സ്വീകരിച്ചതിൻ്റെ അടയാളമായി ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നും കർത്താവ് ജീവിക്കുന്നു. പ്രിയ കേൾവിക്കാരാ, നിങ്ങളുടെ ജീവിതത്തിൽ നാം ഇന്ന് കണ്ട ഈ രോഗിയെപ്പോലെ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ മനുഷ്യരാൽ തിരസ്കരിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് മനുഷ്യരില്ല, മറ്റുള്ളവർക്ക് നമ്മെ മനസ്സിലാകുന്നില്ല എന്നുള്ള നിരാശയിൽ നിങ്ങൾ ജീവിക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. നമ്മെ കാണുന്ന ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ മറ്റാരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമ്മെ തിരഞ്ഞു വരുന്ന കണ്ണുകളും നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ കാതുകളുമുള്ള ഒരു രക്ഷകൻ നമുക്കായി ജീവിക്കുന്നു. അവന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രഖ്യാപനമായി അവൻ്റെ കൈകളിലും
കാലുകളിലും ആണിപ്പഴുതുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. ഇന്നൊരു വ്യക്തി താൻ പാപിയാണ് എന്ന് ദൈവസന്നിധിയിൽ സമ്മതിച്ച് എൻ്റെ പാപങ്ങളുടെ ശിക്ഷയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ അനുഭവിച്ചത് എന്ന് വിശ്വസിച്ച് ഉയർത്തെഴുന്നേറ്റ രക്ഷകനെ ജീവിതത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ അങ്ങനെയുള്ള വ്യക്തികൾ രക്ഷ പ്രാപിക്കും. അവരുടെ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ കർത്താവ് അവർക്ക് തുണയും സ്നേഹിതനുമായിരിക്കും. നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച രക്ഷകൻ്റെ നിത്യ സ്നേഹം നുകർന്നുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. കാരുണ്യമില്ലാത്ത ലോകത്തിൽ അനേകർക്ക് കാരുണ്യം കൊടുക്കുന്ന വ്യക്തിയായി നമ്മെ പരിവർത്തനം ചെയ്യുവാൻ, നമ്മളുടെ ബലഹീനതകളിൽ വീണുപോയ നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ മാത്രമല്ല നമ്മളുടെ കിടക്കയെടുത്ത് നമ്മെ നടക്കുവാനായി ശാക്തീകരിക്കുന്ന, അനേകരെ കൈപിടിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കാൻ കഴിയുന്ന ജീവിക്കുന്ന രക്ഷകനെയാണ് നാം ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ കാണുന്നത്. പ്രിയ സ്നേഹിത, നിങ്ങൾ ഈ യേശു ക്രിസ്തുവിനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവായി കണ്ടെത്തിയിട്ടുണ്ടോ? കർത്താവിനെ നാം അങ്ങനെ രക്ഷിതാവായി കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരും. ഇവിടെ മാത്രമല്ല, നിത്യതയിൽ കർത്താവ് ആരംഭിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കണ്ണുനീർ എല്ലാം തുടയ്ക്കപ്പെട്ടവരായി ദുഃഖവും മുറവിളിയുമില്ലാത്ത നിത്യതയുടെ ശോഭയിൽ നിത്യകാലം കർത്താവിനോടുകൂടെ നിത്യരാജ്യത്തിൽ ജീവിക്കുവാനായി കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. നാം എന്തിന് ഈ ലോകത്തിൻ്റെ പ്രസ്ഥാനങ്ങളുടെയും ഈ ലോകത്തിലെ മനുഷ്യരുടെയും മുമ്പിൽ കാരുണ്യത്തിനായിട്ട് യാചിക്കുന്നു? സാക്ഷാൽ ദൈവം നമ്മെ സഹായിക്കുവാനായിട്ട് നമ്മൾ കരുണയുള്ളവനായി സ്വർഗത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാം. നമ്മളുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറഞ്ഞ് അവൻ്റെ പാപപരിഹാര ബലിയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരും. അങ്ങനെ അനുഗ്രഹീതമായ ഒരു ജീവിതത്തിലേക്ക് കാരുണ്യമുള്ള കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. ആ ക്ഷണം നാം സ്വീകരിക്കുമോ? ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷ പ്രാപിച്ച് അനുഗ്രഹീതരായി ജീവിക്കുവാൻ ഞങ്ങളുടെ എല്ലാ കേൾവിക്കാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹിമകൾ പീഡിച്ചു കൊള്ളാതെ നീ താണു നരനായി ഭൂവിൽ വന്നു. സ്വർഗമഹിമകൾ പീഡിച്ചു കൊള്ളാതെ നീ താണു നരനായി ഭൂവിൽ വന്നു. എന്നെ വിടുവിപ്പാൻ മോചനം നൽകുവാൻ സ്വന്ത ജീവൻ തന്ന സ്നേഹനാഥ, സ്വന്ത ജീവൻ തന്ന സ്നേഹനാഥ, എനിക്കായി നീ പീഡകളേറ്റു എന്നെയും രക്ഷിച്ചിടുവാൻ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നമ്മോട് കരുണ കാണിച്ച് നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന മനുഷ്യരെ അന്വേഷിക്കുന്നത് പൊതുവെ മനുഷ്യരുടെ ഒരു രീതിയാണ്. എന്നാൽ മനുഷ്യനോട് കരുണ കാണിച്ച ഒരു ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതിപ്രവൃത്തികളിലല്ല തൻ്റെ കരുണ പ്രകാരമത്രേ നമ്മെ രക്ഷിച്ചത്. ദൈവത്തിൻ്റെ കരുണയാണ് മനുഷ്യൻ്റെ രക്ഷ. അത് ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ഇന്ന് ആത്മരക്ഷയെക്കുറിച്ച് മനുഷ്യൻ്റെ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും വിചിത്രമായിരിക്കുന്ന രീതിയിലാണ്. പ്രാർത്ഥനകളിലൂടെയും കൂദാശകളിലൂടെയും സൽപ്രവൃത്തികളിലൂടെയും മരണശേഷമുള്ള പരിഹാരക്രിയകളിലൊക്കെയാണ് മനുഷ്യൻ പ്രത്യാശ വയ്ക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം എന്നത് മനുഷ്യന്റെ രക്ഷ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് എന്നുള്ളതാണ്. കാൽവരി ക്രൂശിൽ കർത്താവ് കഴിച്ചതായിരിക്കുന്ന പാപപരിഹാര ബലിയിൽ ആ പ്രായശ്ചിത്ത യാഗത്തിൽ വിശ്വസിക്കുന്നതാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. അത് വിശ്വാസത്താലാണ് നാം പ്രാപിക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാനൊരു പാപിയാണ് കർത്താവേ, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി
എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണല്ലോ അങ്ങ് ക്രൂശിൽ മരിച്ചത് എന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ആ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ രക്ഷയ്ക്ക് അത് കാരണമായി തീരും എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ആ നിലയിൽ വിശ്വസിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഞങ്ങളുടെ കരുണ കാണിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. ആ ദൈവം തൻ്റെ കരുണപ്രകാരം ഞങ്ങൾക്ക് രക്ഷ നൽകിയതിനായി നന്ദിയോട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തുവിന് ശരീരത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഒരു യാഗവസ്തുവായി അർപ്പിച്ചുകൊണ്ട് മാനവരാശിക്ക് കർത്താവ് ഒരുക്കിയതായിരിക്കുന്ന രക്ഷയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഇന്ന് ഈ രക്ഷയുടെ വചനങ്ങൾ കേട്ട ഹൃദയങ്ങൾക്ക് കർത്താവ് വിശ്വസിക്കുവാൻ ആവശ്യമായ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും ആലോചനയും നൽകണം എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നിലയിൽ വചനം കേട്ട എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി